Hi friends, welcome to our channel. ഇന്നത്തെ റെസിപ്പി ഒരു മിഠായിയാണ്. കിഡ് സ്പെഷ്യൽ ആയിട്ട് ഉള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോന കാൻഡി എന്ന് പറയും. എങ്ങനെയാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് വെക്കുക. എങ്കിലേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി എങ്ങനെയാണ് ഈ സോന കാൻഡി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാനിവിടെ 1 ലിറ്റർ പാൽ വെച്ചിട്ട് 1.5 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1/2 ലിറ്റർ പാൽ ആദ്യം ഒന്ന് നല്ലപോലെ തിളപ്പിച്ചിട്ട് നമുക്കിതൊന്ന് നാരങ്ങ നീരൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് പിരിയിച്ചെടുക്കണം. പാലിപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതിലെ നാരങ്ങ നീരിൻ്റെ ആ ഫ്ലേവർ പോകുന്നതിന് നല്ല തണുത്ത വെള്ളം കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലെ വെള്ളമൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ സോന കാൻഡി തയ്യാറാക്കുന്നതിനുള്ള ചെന ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 ലിറ്റർ പാല് നല്ലപോലെ തിളപ്പിച്ചിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി വളരെയധികം കുറവാക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നല്ലപോലെ തിളപ്പിച്ച് നല്ല പാല് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. പാലിൻ്റെ അളവ് നല്ലപോലെ കുറഞ്ഞു വരുന്നുണ്ട്. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും നല്ലപോലെ കുറഞ്ഞു വന്നിട്ട് ഇത് നല്ലതായി ഇതുപോലെ നല്ല ഒരു ക്രീം രൂപത്തിൽ നമുക്കിതെടുക്കണം. പാല് നല്ല കുറുകി വന്ന പാലിലേക്ക് നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുള്ള ചെന ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. രണ്ടും നല്ലപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് 1/2 കപ്പ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 1/2 കപ്പ് നെയ്യ് ചേർത്ത് കൊടുത്തപ്പോൾ കുറച്ച് അധികമായിപ്പോയി. അതുകൊണ്ട് ഞാനിതിൽ നിന്ന് കുറച്ച് നെയ്യ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 100 മില്ലി മുതൽ 125 മില്ലി വരെ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ മധുരം ആവാമെന്നുള്ളവർക്ക് 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1 നുള്ള് കുങ്കുമപ്പൂവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊരു കേക്ക് പാനിലേക്ക് മാറ്റാം. അതിനു മുമ്പ് കേക്ക് പാനിൽ എല്ലാ സൈഡിലും നെയ്യ് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിവിടെ നട്ട്സുകൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ എന്തൊക്കെ നട്ട്സാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ബദാം, പിസ്ത, കാഷ്യൂ നട്ടാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്തു. അതിൻ്റെ മേലെയാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ള കാൻഡി മിക്സ്ചർ ഇട്ട് കൊടുക്കുന്നത്. കാൻഡി മിക്സ്ചർ മുഴുവൻ ചേർത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് തട്ടി കൊടുക്കുക, അതിൽ എയർ ബബിൾസ് ഒക്കെ പോകുന്നതിന്. അതിനുശേഷം ബാലൻസ് വന്നിട്ടുള്ള നട്ട്സുകൾ നമുക്കിതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം.
ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 3 മണിക്കൂർ വരെ നമുക്കിതൊന്ന് തണുപ്പിക്കാൻ വെക്കണം. റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി. അപ്പോൾ 3 മണിക്കൂറിന് ശേഷം നമ്മുടെ ക്യാൻഡി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ 4 സൈഡും ഒന്ന് വിട്ട് വരുന്നതിന് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സോന കാൻഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവുന്നൊരു റെസിപ്പിയാണ്. അതുപോലെ ഇത് വളരെ സ്മൂത്ത് ആയിട്ടുള്ളതല്ല, ലൈറ്റായിട്ട് മിഠായി പോലെ തന്നെ കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.